100 വർഷത്തെ RSSന്റെ യാത്ര രാഷ്ട്രപുരോഗതിക്ക് വേണ്ടിയാണെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഭാരത് മാതാ കി ജയ് എന്നതാണ് ആശയം. മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും ലോകം മുഴുവൻ നന്മ വരാൻ ആഗ്രഹിക്കുന്ന ഭാരതം ലോകത്തിന് വഴികാട്ടുന്ന സമയം വരാനിരിക്കുന്നതായും സർസംഘചാലക് പറഞ്ഞു. 100 വർഷത്തെ സംഘയാത്ര പൂർത്തിയാക്കിയതായും ഇതുവരെയുള്ള പ്രവർത്തനവും ഇനിയുള്ള പ്രവർത്തനവും രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പറഞ്ഞു. വൈവിധ്യമാണ് ലോകത്തിന്റെ സൗന്ദര്യം. വൈവിധ്യങ്ങൾക്കിടയിലും മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന ദർശനമാണ് ഭാരതം നൽകുന്നത്. സംഘത്തെക്കുറിച്ച് പുതുതായി ഒന്നും പറയാനില്ലെന്നും RSSന്റെ പ്രാർത്ഥനയുടെ അവസാനം സ്വയം സേവകർ പറയുന്ന ഭാരത് മാതാ കി ജയ് എന്നത് മാത്രമാണ് ആശയമെന്നും ഡൽഹിയിൽ വിഖ്യാൻ ഭവനിൽ ശതാബ്ദി പ്രഭാഷണത്തിൽ സർസംഘചാലക് വ്യക്തമാക്കി. क्यों शुरू हुआ? इतनी सारी बाधाएं वगैरह आई, स्वयं सेवकों ने सारी कठिन परिस्थितियों में से रास्ता निकाल कर इसको चलते क्यों रखा और 100 साल चलने के बाद भी नए क्षितिजों की बात क्यों कर रहा है? इसका अगर एक वाक्य में आपको उत्तर देना है तो वो वाक्य संघ की प्रार्थना के अंत में हम स्वयंसेवक लोग रोज कहते हैं, भारत माता की जय. എല്ലാവർക്കും നന്മ വരാൻ ആഗ്രഹിക്കുന്ന ഭാരതം ലോകത്തിന് വഴികാട്ടുന്ന സമയം വന്നിരിക്കുന്നതായും സർസംഘചാലക് പറഞ്ഞു. സ്വാമി ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദനുമാണ് യാത്രയ്ക്ക് പ്രേരണ നൽകുന്നത്. ഭാരതത്തിന്റെ സ്വത്വത്തിലേക്ക് മടങ്ങിപ്പോകാനാണ് അവർ ആഹ്വാനം ചെയ്തതെന്നും മോഹൻ ഭഗവത് ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായ സംഘസ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാർ സമാജത്തിന്റെ ഗുണത്തിനും വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനും പ്രാധാന്യം നൽകിയാണ് RSSന്റെ പ്രവർത്തനം സജീവമാക്കിയത്. ഡൽഹി കൂടാതെ ബംഗളൂരു, മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലും സർസംഘചാലകിന്റെ പ്രഭാഷണമുണ്ടാകും. ജനം, ഡൽഹി.